മഹാഭാരതത്തിലെ ഒരുപക്ഷെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള 2 യോദ്ധാക്കളായിരിക്കും നകുലനും സഹദേവനും അല്ലേ. മോഡേൺ മീഡിയയിൽ പഞ്ചപാണ്ഡവന്മാരെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും ആദ്യത്തെ 3 പേരിലേക്ക് പോകും. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചപാണ്ഡവന്മാരിലെ ഏറ്റവും ശക്തരായിട്ടുള്ള യോദ്ധാക്കളുടെ അല്ലെങ്കിൽ ഏറ്റവും പെർഫോം ചെയ്തിട്ടുള്ള യോദ്ധാക്കളുടെ പട്ടിക എടുക്കുമ്പോൾ ഭീമാർജുനന്മാർക്ക് ശേഷം വരുന്ന പാണ്ഡവൻ നകുലനായിരിക്കും. പിന്നത് മാത്രമല്ല, അർജുനൻ്റെ കയ്യിൽ ഗാന്ധീവമുള്ളതുപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു വാളാണ് നകുലൻ്റെ കയ്യിലുമുള്ളത്. സഹദേവനും ഒട്ടും മോശമല്ല കേട്ടോ. പഞ്ചപാണ്ഡവന്മാരിൽ സഹദേവനെയും സ്പെഷ്യലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് നകുല സഹദേവന്മാരെ കുറിച്ചൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താം. പ്രതിമാസം ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ഒരു നല്ല അവസരമാണ് HDFC ലൈഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. HDFC ലൈഫിൻ്റെ NFO ആയിട്ടുള്ള നിഫ്റ്റി ആൽഫ 30 ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ മാസം 31 വരെ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 100 ലാർജ് ക്യാപ് കമ്പനിയും 100 മിഡ് ക്യാപ് കമ്പനിയും അടങ്ങുന്ന 200 കമ്പനികളിൽ നിന്ന് ടോപ്പ് 30 കമ്പനികളിലാണ് HDFC ലൈഫ് NFO ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു NFO ആണ്. കാരണം ഫണ്ടിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ ഫണ്ട് സെക്യൂർ ആക്കാനും മറ്റൊരു ഭാഗം നേരത്തെ പറഞ്ഞ ഈ ഒരു ടോപ്പ് 30 ഫണ്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിച്ച ഫണ്ട് സേഫ് ആയിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ മാർക്കറ്റ് സൈക്കിൾ അനുസരിച്ച് ഇക്വിറ്റി മാർക്കറ്റിലാണ് നിങ്ങളുടെ പൈസ നിക്ഷേപിക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് നല്ലതുപോലെ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൈസയുടെ നല്ലൊരു ഭാഗം മിഡ് ക്യാപ് കമ്പനികളിലും അതുപോലെ മാർക്കറ്റ് മോശമാകുന്ന സമയത്ത് ലാർജ് ക്യാപ് കമ്പനികളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ബെഞ്ച് മാർക്കിൻ്റെ കഴിഞ്ഞ റിട്ടേൺ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ 25.5%, 5 വർഷങ്ങളിൽ 32.3% റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ 2014 നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം അത് 9.3 ലക്ഷം രൂപയായേനെ. NRI സുഹൃത്തുക്കൾക്കും ഇത് നല്ലൊരു അവസരമാണ്. പ്രതിമാസം 18,000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 2 കോടി വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി പറയുന്നുണ്ട്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓർക്കുക, ഈ മാസം 31 വരെ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് നകുലനെക്കുറിച്ചും സഹദേവനെക്കുറിച്ചും നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. എങ്ങനെയാണോ കുന്തിക്ക് മൂത്ത 3 ആൺമക്കൾ ഉണ്ടായത്, അതുപോലെ തന്നെ അശ്വിനി ദേവന്മാരുടെ പ്രസാദത്തിലൂടെ മാദ്രിക്ക് ജനിച്ച 2 ആൺമക്കളാണ് നകുലനും സഹദേവനും. ഇപ്പോൾ യുധിഷ്ഠിരൻ കുന്തത്തിൽ എക്സ്പേർട്ടാണ്. അതുപോലെ അർജുനൻ ധനുസിലാണ് കുറച്ചുകൂടെ എക്സ്പേർട്ടീസ് ഉള്ളത്. ഭീമസേനനാകട്ടെ ഗദയിൽ. എന്നാൽ നകുലനും സഹദേവനും വാളുകളിലാണ് അവരുടെ കഴിവ് ഏറ്റവും കൂടുതൽ തെളിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ എക്സ്പേർട്ടായിട്ടുള്ളത് വാൾപ്പയറ്റിലാണ്. ഈ പഞ്ചപാണ്ഡവന്മാരിൽ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ ഇവർക്കൊക്കെ പ്രത്യേകതകളുണ്ട്. അതുപോലെ നകുലനും സഹദേവനും പ്രത്യേകതകളുണ്ട്. യുധിഷ്ഠിരൻ എന്തൊക്കെയാണ് ക്വാളിറ്റി? യുദ്ധത്തിൽ സ്ഥിരത പാലിക്കുന്നവൻ, അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ എന്ന് പേര് വീണിരിക്കുന്നത്. അതുപോലെ തന്നെ ധർമ്മത്തെ അപ്ഹോൾഡ് ചെയ്യുന്ന ആളാണ്, നല്ല ഭരണാധികാരിയാണ് അല്ലേ. ഇനി അർജുനൻ ഒന്നാന്തരം യോദ്ധാവാണ്. അതുപോലെ തന്നെ ഒരു യോദ്ധാവ് അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, പല ജ്ഞാനങ്ങളും അർജുനനുണ്ട്. ദിവ്യാസ്ത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1, 2 അല്ല 49 ദിവ്യാസ്ത്രങ്ങളാണ് അർജുനൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയും അർജുനനുണ്ടായിരുന്നു. ഇനി ഭീമസേനനിലോട്ട് പോകുമ്പോഴോ അസാമാന്യ കായബലം, യുദ്ധത്തിൽ ഭയമെന്ന് പറഞ്ഞൊരു സാധനമില്ല. അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം പടനായകനുമാണ് ഭീമസേനൻ. ഇതുപോലെ നകുലനും സഹദേവനും ക്വാളിറ്റീസ് ഉണ്ട്. ഇവർ 2 പേരും വാൾപ്പയറ്റിൽ നല്ല കഴിവുള്ള ആളുകളാണ്. ഈ നകുലൻ എന്ന് പറയുമ്പോഴത്തേക്കും നകുലൻ എത്രത്തോളം വാൾപ്പയറ്റിൽ എക്സ്പേർട്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇതതുപോലെ വിശ്വസിക്കേണ്ട, അത്രത്തോളം എബിലിറ്റി ഉള്ള ആളെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. കാരണം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മഴ പെയ്യുന്ന സമയത്ത് നകുലൻ കുതിരപ്പുറത്ത് പോകുമ്പോഴത്തേക്കും വാളുകൊണ്ട് ചുഴറ്റിയാൽ ഓരോ മഴത്തുള്ളിയെയും സഹദേവന് ഡിഫ്ലക്റ്റ് ചെയ്ത് നനയാതെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം കഴിവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ലിറ്ററൽ സെൻസിൽ എടുക്കണ്ട. ഓക്കെ. അതുപോലെ തന്നെ നകുലൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് കുതിരകളെ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. എത്രത്തോളം ഏതിനത്തിൽപ്പെട്ട കുതിരയാണെങ്കിലും, എത്രത്തോളം കാടൻ സ്വഭാവമുള്ള കുതിരയാണെങ്കിലും സഹദേവൻ്റെ മുന്നിൽ ആ കുതിര നല്ലതുപോലെ വഴങ്ങും. അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം തേരാളിയാണ്. തേര്, കുതിര ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ സഹദേവന് നല്ല ജ്ഞാനമുണ്ട്. അതുപോലെ തന്നെ നകുലനും സഹദേവനും 2 പേരും ആയുർവേദത്തിലെ ടോപ്പാണ്. നകുലൻ എന്ന് പറയുമ്പോൾ പഞ്ചപാണ്ഡവന്മാരെന്നല്ല, കുരുവംശത്തിൽ നകുലൻ്റെ ജനറേഷനിലുള്ള രാജകുമാരന്മാരിലേക്കും രാജാക്കന്മാരിലേക്കും വെച്ച് ഏറ്റവും സുന്ദരനെന്നാണ് പറയുന്നത്. നല്ല ലുക്കാണ് നകുലനെ കാണാനെന്നാണ് പറയുന്നത്. അതായത് ആരായാലും കണ്ടാലൊന്ന് നോക്കി നിന്ന് പോവും, അത്രത്തോളം സുന്ദരനാണ്.
പക്ഷേ മോഡേൺ മീഡിയയിൽ നകുലനെ കാണിക്കുമ്പോഴത്തേക്കും സൗന്ദര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളായിട്ട് മാത്രമേ കാണിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോർക്കളത്തിലെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പഞ്ചപാണ്ഡവന്മാരിൽ ഭീമാർജുനന്മാർക്ക് ശേഷം നകുലൻ തന്നെയാണ്. ഇത് സൂചിപ്പിക്കുന്നതാണ് നകുലൻ്റെ ദിഗ്വിജയം. അതായത് രാജസൂയ യജ്ഞം നടത്തുന്ന സമയത്ത് ഒരു രാഷ്ട്രത്തിലെ 4 ദിക്കിലോട്ടും ഈ ഒരു രാജാവ് തൻ്റെ സൈന്യത്തിനെ അയക്കും. എന്നിട്ട് പോണ വഴിയിലുള്ള രാജാക്കന്മാരെടുത്ത് പറയും, യുധിഷ്ഠിരനെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നേക്കുന്നത്, നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. യുധിഷ്ഠിരനെ നിങ്ങളുടെ ചക്രവർത്തിയായിട്ട് അംഗീകരിച്ച് കപ്പം തരാം, അല്ലെങ്കിൽ നമ്മളോട് പോരടിച്ച് നമ്മൾ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ യുധിഷ്ഠിരന് കീഴിൽ ഭരിക്കണം. അങ്ങനെ ഈ 4 സഹോദരന്മാരും 4 ദിക്കുകളിലോട്ട് പോയി. എങ്ങനെയാണോ പോയ വഴികളിൽ ഭീമസേനനും അർജുനനും ജയിച്ചു തിരിച്ചു വന്നോ, അതുപോലെ നകുലനും സഹദേവനും രാജസൂയ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദിഗ്വിജയങ്ങളിൽ ജയിച്ചാണ് വന്നത്. അതായത് ഇവർ പോയ ദിക്കുകളിലുള്ള ഒട്ടുമിക്ക എല്ലാ രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തിയും പിന്നെ ഇവരാരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സൗഹൃദബന്ധം സ്ഥാപിച്ചുമൊക്കെയാണ് ഇവർ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചല്ല ദിഗ്വിജയത്തിന് പോയത്. ദിഗ്വിജയത്തിന് പോയപ്പോഴത്തേക്കും ഓരോ ദിശകളിലോട്ട് ഓരോ രാജകുമാരന്മാർ പോയി. അവരുടെ കൂടെ സൈന്യവുമായിട്ടാണ് പോയത്. അതായത് ഭീമനും സൈന്യവുമായിട്ട് ഒരു ദിക്കിലോട്ട് പോയി, അർജുനനും സൈന്യവുമായിട്ട് നോർത്തിലോട്ടാണെന്ന് തോന്നുന്നു അടുത്ത ദിക്കിലോട്ട് പോയി. അതുപോലെ നകുലൻ്റെ സൈന്യവുമായിട്ട് വേറൊരു ദിക്കിലോട്ടും സഹദേവൻ്റെ സൈന്യവുമായിട്ട് സൗത്തിലോട്ടും പോയി. അങ്ങനെയാണ് ഇവർ പോയത്. അപ്പോൾ ഈ ഒരു ദിഗ്വിജയത്തിൽ നകുലൻ പോയ റൂട്ടിലുള്ള അത്ര പേരെയും പരാജയപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ പോയ റൂട്ടിലെല്ലാം സെലസ്റ്റിയലായിട്ട്, അതായത് ദിവ്യമായിട്ടുള്ള ശക്തികളുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ടാണ് നകുലൻ തിരിച്ചു വന്നത്. ഈ ഒരു പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നകുലൻ പോർക്കളത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു പവർഫുൾ യോദ്ധാവായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോഴത്തേക്കും യുധിഷ്ഠിരൻ്റെ ആളുകളാണെന്ന് മനസ്സിലാക്കി നകുലൻ്റെയോടെയും സഹദേവൻ്റെയോടെയും മറ്റുള്ളവരോടെയൊക്കെ ഇവർ സൗഹൃദബന്ധം സ്ഥാപിച്ചിട്ടുള്ള രാജാക്കന്മാരുണ്ട്. അവരെയൊക്കെ വെറുതെ വിട്ട് അവരിൽ നിന്ന് കപ്പവും മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ. നകുലൻ പോയ വഴിയിൽ മലകളുണ്ടായിരുന്നു, പുഴകളുണ്ടായിരുന്നു, എന്തിനും മരുഭൂമി സഹിതം ഉണ്ടായിരുന്നു. അതായത് പല വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ പോയി എല്ലായിടത്തും ഒരുപോലെ നകുലൻ തൻ്റെ ധീരത പ്രദർശിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സൂപ്പർ നാച്ചുറൽ ശക്തികളുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്നു. അവരെ സഹിതം നകുലൻ പരാജയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നകുലൻ്റെ വിജയത്തെക്കുറിച്ചാണ്. നകുലൻ്റെ വിജയത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ പോയ സ്ഥലങ്ങളിൽ നകുലൻ ആളുകളെ തോൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് രത്നങ്ങളും സ്വർണവും എല്ലാം കപ്പമായിട്ട് കൊണ്ടുവന്നല്ലോ. ഇത് എങ്ങനെ നകുലൻ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ശക്തനായിരുന്നു നകുലൻ എന്ന്. ഏകദേശം 10,000 ഒട്ടകങ്ങളുടെ മേലിൽ ഈ സ്വർണവും രത്നവും എല്ലാം വെച്ച് കെട്ടിക്കൊണ്ടാണ് നകുലൻ വന്നത്. അതായത് അത്രത്തോളം ട്രിബ്യൂട്ട്, അതായത് കപ്പം കളക്ട് ചെയ്യുന്ന രീതിക്ക് നകുലൻ ആളുകളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ദിവ്യമായിട്ടുള്ള ആയുധമെന്ന് പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് അർജുനൻ്റെ ഗാണ്ഡീപം മാത്രമാണ്. പക്ഷെ അർജുനൻ്റെ ഗാണ്ഡീപം മാത്രമല്ല, നകുലൻ്റെ കയ്യിലെ വാളും ദിവ്യമായിട്ടുള്ളൊരു വാളാണ്. ആ വാൾ ഉപയോഗിച്ചത് വേറെ ആരുമല്ല, പരമശിവൻ ഉപയോഗിച്ച വാളാണ് നകുലൻ്റെ കയ്യിലിരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഒരു യുദ്ധമുണ്ടാവുകയും അസുരന്മാരുമായിട്ടൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ സ്വയം മഹാദേവൻ പോരിനിറങ്ങിയപ്പോൾ അന്ന് മഹാദേവൻ ഉപയോഗിച്ച വാള്, ആ വാളിൽ അവിടെ ഉണ്ടായിരുന്ന അസുരന്മാരെ അത്രയും കൊന്നതിന് ശേഷം ശാന്തനായ മഹാദേവൻ ഈ വാള് ജഗത്തിൻ്റെ പരിപാലകനായിട്ടുള്ള മഹാവിഷ്ണുവിന് നൽകുകയും ശേഷം മഹാവിഷ്ണു ഇത് മരീചിക്ക് നൽകുകയും മരീചി നേരെ മഹർഷിമാർക്ക് നൽകുകയും പിന്നെ ഒരുപാട് ആളുകളുടെ കയ്യിൽ കൈമാറി അവസാനം ഭരദ്വാജ മുനിയുടെ കയ്യിലെത്തി. ഈ ഭരദ്വാജ മുനിയുടെ മകനാണ് ദ്രോണാചാര്യർ. ഭരദ്വാജ മുനി ഈ വാള് ദ്രോണാചാര്യർക്ക് കൊടുക്കുകയും ദ്രോണാചാര്യർ ഈ വാള് കൃപാചാര്യർക്ക് കൊടുക്കുകയും കൃപാചാര്യരിൽ നിന്നാണ് നകുലൻ ഈ വാള് കിട്ടിയത്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ഭീഷ്മരാണ്. പിന്നെ ഈ വാള് മാത്രമല്ല, വൈഷ്ണവമായിട്ടുള്ള ഒരു വില്ലാണ് നകുലൻ്റെ കയ്യിലുണ്ടായിരുന്നത്. നകുലൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ലിനും പ്രത്യേകതയുണ്ടായിരുന്നു, പക്ഷേ ഇതെങ്ങും പറഞ്ഞു കേൾക്കാറില്ല. ഇനി യുദ്ധഭൂമിയിൽ ഇവരുടെ പ്രകടനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നകുലനും സഹദേവനും മറ്റുള്ള ധീരന്മാരായിട്ടുള്ള മഹാരഥന്മാരെ പോലെ എപ്പോഴും രഥത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഞ്ചപാണ്ഡവന്മാർക്ക് 5 പേർക്കും രഥത്തിൻ്റെ ഒരാവശ്യമില്ല. രഥമില്ലാതെ ഗ്രൗണ്ടിലിറങ്ങി ഫൈറ്റ് ചെയ്യാനും വരെ ഇവർക്ക് കഴിയും. പിന്നെ അത് മാത്രമല്ല, ഈ ഗ്രൗണ്ടിലിറങ്ങി ഫൈറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയേണ്ടത്. അല്ല, രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി പോരാടുന്ന ഒരു യോദ്ധാവ്, ആ ഒരു യോദ്ധാവിനെ വാളുകൊണ്ട് പോരാടുന്ന ഒരു യോദ്ധാവിനെ മറ്റൊരായുധം കൊണ്ട് ആക്രമിക്കുക,
അതുപോലെ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു യോദ്ധാവിനെ പിറകെ ചെന്ന് ആക്രമിക്കുക, ഇതെല്ലാം മോശമാണ് എന്നല്ലേ പറയുന്നേ. എന്നാൽ കർണപർവം 84-ാമത്തെ അധ്യായത്തിൽ വേറെ ആരുമല്ല മഹാരഥൻ കർണനും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വൃഷസേനനും കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിലത്ത് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന നകുലനെ ആക്രമിക്കുന്നുണ്ട്. ആക്രമിച്ചു എന്ന് മാത്രമല്ല, അമ്പെയ്ത് മുറിവേൽപ്പിക്കുകയും ആ സമയത്ത് തേര് നശിച്ചു പോയ നകുലൻ ഭീമസേനൻ്റെ തേരിൽ കയറി രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അങ്ങനെ റിട്രീറ്റ് ചെയ്ത നകുലനെ ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത അധ്യായത്തിൽ വൃഷസേനനെ അർജുനൻ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോകുന്ന പോക്കിൽ ഭീമസേനൻ പറയുന്നുണ്ട്, അവരെ ഡീൽ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് യോദ്ധാക്കൾക്ക് അവിടെ കയറി ഇടപെടേണ്ടി വന്നുവെങ്കിൽ അത്രത്തോളം നകുലൻ അവിടെ നിന്ന് പോരടിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ധീരനായിരുന്നു നകുലൻ. ഇനി യുദ്ധഭൂമിയിലെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ഈ കൗരവരുടെയും പാണ്ഡവരുടെയും പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ദ്രോണാചാര്യർ ഇവരോട് ഗുരുദക്ഷിണ ചോദിക്കുമല്ലോ, ദ്രുപദനെ കീഴ്പ്പെടുത്താൻ പറയുമല്ലോ. അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാർ പോകുന്ന സമയത്താണ് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്, ദ്രുപദനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പോൾ ദ്രുപദനെ കീഴ്പ്പെടുത്തിയെന്ന് മാത്രമല്ല, ഈ സമയത്ത് അർജുനൻ്റെ തേരുണ്ടല്ലോ, ആ തേരിൻ്റെ 2 ചക്രങ്ങളെ ഈ സൈനികർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് നകുലനും സഹദേവനും രണ്ടുപേരും ഈ തേരിൻ്റെ ഓരോ ചക്രങ്ങളെയും ഇത്ര സൈനികരുടെ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും അർജുനൻ്റെ തേര് പ്രൊട്ടക്റ്റ് ചെയ്താൽ അർജുനന് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ടാലൻറ്റഡ് ആയിരുന്നു ഈ ഒരു നകുലനും സഹദേവനും. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു പ്രകടനത്തെക്കുറിച്ചൊന്നും എങ്ങും പറയാറില്ല. ഇനി ഇത് മാത്രമല്ല, ദ്രുപദൻ്റെ തലസ്ഥാനത്ത് പോയി നകുലൻ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. തലസ്ഥാനത്ത് പോയി ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ദ്രുപദൻ്റെ സൈന്യത്തിന് ഒറ്റയ്ക്കുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ധീരത അവിടെയും നകുലൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും നകുലൻ ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതായത് ഒരുപാട് ധീരന്മാരായിട്ടുള്ള കൗരവപക്ഷത്തിലെ യോദ്ധാക്കളുമായിട്ട് കട്ടയ്ക്ക് കട്ട നകുലൻ ഫൈറ്റ് ചെയ്ത് നിന്നു. കർണനെ തോൽപ്പിച്ചില്ല, കർണൻ പരാജയപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ലാസ്റ്റിൽ കൗരവപക്ഷത്തിൽ തന്നെയുള്ളൊരു യോദ്ധാവ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ലാസ്റ്റിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പല ശ്രേഷ്ഠരായിട്ടുള്ള കൗരവപക്ഷത്തിലെ യോദ്ധാക്കളുമായിട്ട് പോരടിച്ചിട്ടുണ്ടെന്ന്. ഈ സമയത്ത് ദുശാസനനെ 2 തവണയിൽ കൂടുതൽ അനായാസമായി നകുലൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. വാളുകൊണ്ട് മാത്രമല്ല, മറ്റു പല ആയുധങ്ങൾ കൊണ്ടും. ഇനി അതുപോലെ തന്നെ കൃപാചാര്യരുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ശാല്യരെയും ശകുനിയെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കർണൻ്റെ പിൻഗാമികളായിട്ടുള്ള 3 പേര്, ഈ 3 പേരെയും നകുലൻ വധിച്ചിട്ടുണ്ട്. കർണൻ്റെ പിൻഗാമികൾ എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഇപ്പോൾ അർജുനൻ്റെ മകന് അർജുനൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അതുപോലെ കർണൻ്റെ മക്കളെ ഉറപ്പായിട്ടും കർണൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പം അത്രത്തോളം ധീരനായിട്ടുള്ളൊരു മഹാരഥൻ്റെ മക്കളെ 3 പേരെ, ചിത്രസേനൻ, സുഷേണൻ, സത്യസേനൻ, ഇവരെ 3 പേരെയും നകുലനാണ് കൊല്ലുന്നത്. നകുലൻ കൊന്നുവെന്ന് മാത്രമല്ല, നകുലൻ ഈ ഒരു 17-ാമത്തെ ദിവസം യുദ്ധഭൂമിയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയെന്ന് വെച്ചാൽ ഏകദേശം 2000-ഓളം സൈനികരെ നകുലനും സഹദേവനും കൂടെ ചേർന്ന് ഇല്ലാണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നകുലൻ്റെ ധീരതയെക്കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു. ഇനി നമുക്ക് സഹദേവനെ കുറിച്ച് പറയാം. പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ഇളയ ആളാണ് സഹദേവൻ. സഹദേവനും തൻ്റെ ചേട്ടനായിട്ടുള്ള നകുലനെപ്പോലെ വാൾപ്പയറ്റിൽ കേമനായിരുന്നു. പക്ഷേ അധികം ആളുകൾക്കറിയാത്ത ഒരു കാര്യമുണ്ട്. പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ബുദ്ധിമാനെന്ന് പറയുന്നത് എപ്പോഴും അർജുനനെയാണ്. ശരിയാണ്, യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം അർജുനൻ നല്ല സാമർഥ്യം തെളിയിച്ചിട്ടുണ്ട്, ബുദ്ധിമാനാണ്. പക്ഷേ ജനറലി പഞ്ചപാണ്ഡവന്മാരിലേക്ക് വെച്ച് ഏറ്റവും ബുദ്ധിമാൻ ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സഹദേവനാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ബുദ്ധിമാൻ സഹദേവനാണ്. കാരണം സഹദേവന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജുണ്ട്. ഇപ്പോൾ രാജതന്ത്രത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. അതുപോലെ തന്നെ കുരുവംശത്തിൻ്റെ ചരിത്രം, അതുപോലെ പൊളിറ്റിക്സ്, ഇതൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ് സഹദേവൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനൊക്കെ പുറമെ ഈ യജ്ഞം, മന്ത്രം, യാഗം, ഇതിനെയൊക്കെ കുറിച്ചെല്ലാം നല്ല അറിവാണ് സഹദേവന്. അതായത് ഈ പൂജാതി കർമ്മങ്ങളെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല ഗ്രാഹ്യം സഹദേവനുണ്ട്. പിന്നെ അത് മാത്രമല്ല, അസാമാന്യ കാര്യപ്രാപ്തിയാണ്. അസാമാന്യ കാര്യപ്രാപ്തി എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കുമ്പോഴത്തേക്കും
ഓടി നടന്നവിടെ കാര്യങ്ങൾ ചെയ്യാൻ ആളുകളുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കാണുമല്ലോ എല്ലായിടത്തും എത്തേണ്ട സ്ഥലങ്ങളിലെത്തി ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സംഭവം കൊണ്ടുപോകാൻ അത്രത്തോളം കാര്യപ്രാപ്തിയുള്ള ഒരാൾ. പഞ്ചപാണ്ഡവന്മാർക്കിടയിൽ അത് സഹദേവനായിരുന്നു. അതുകൊണ്ടാണ് രാജസൂയ യജ്ഞമെന്ന് പറയുന്ന അത്രത്തോളം ബുദ്ധിമുട്ടുള്ള, ഒരുപാട് രാജാക്കന്മാരെയും സൈനികരെയും ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട രാജസൂയ യജ്ഞമെന്ന് പറയുന്ന ഭയങ്കര വലിയൊരു യജ്ഞം, ആ യജ്ഞത്തിൻ്റെ മേൽനോട്ടം വഹിച്ചതും ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തതും സഹദേവനായിരുന്നു. യുധിഷ്ഠിരൻ അതിന് സഹദേവനെയാണ് ഏർപ്പാടാക്കിയത്. സഹദേവനെ ഏർപ്പാടാക്കിയെന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് രാജസൂയ യജ്ഞത്തിൽ സമയത്ത് യുധിഷ്ഠിരൻ്റെ മന്ത്രിമാരുടെ കൗൺസിൽ കാണുമല്ലോ, ഈ മന്ത്രിമാരും അഡ്വൈസേഴ്സിൻ്റെയൊക്കെ കൗൺസിൽ, ആ കൗൺസിലിൻ്റെ ഒക്കെ ഹെഡായിട്ടിരുന്നത് സഹദേവനാണ്. സഹദേവനാണ് യുധിഷ്ഠിരൻ്റെ മന്ത്രിമാരെയും അതുപോലെ തന്നെ അഡ്വൈസേഴ്സിനെയും എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നതും. അതുപോലെ സഹദേവനായിരുന്നു സാമ്രാട്ടായ യുധിഷ്ഠിരൻ്റെ അഡ്വൈസേഴ്സിൽ ഒരാളായിരുന്നതും. അത്രത്തോളം ബുദ്ധിമാനും കാര്യപ്രാപ്തിയുമുള്ള ആളായിരുന്നു സഹദേവൻ. പിന്നെ അത് മാത്രമല്ല, നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയറാണ്. അതായത് ഒരു സ്ഥലത്തൊരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഡിപ്ലോമാറ്റിക്കായിട്ട് അവിടെ സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു കഴിവ് സഹദേവനുണ്ടായിരുന്നു. അതുകൂടെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് സഹദേവനെ യുധിഷ്ഠിരൻ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, യുധിഷ്ഠിരൻ ചില സമയത്ത് സഹദേവ ആ കാര്യങ്ങൾ അത് ചെയ്യണം, ഈ കാര്യം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സഹദേവൻ്റെ റിപ്ലൈ അത് ചെയ്തിട്ടുണ്ട് ചേട്ടാ എന്നാണ്. പിന്നെ അത് മാത്രമല്ല, പല ഇൻസ്റ്റൻസസിലും തന്ത്രപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും സഹദേവൻ എടുക്കുന്നുണ്ട്. അതുപോലെ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സഹദേവനോട് അഡ്വൈസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അഡ്വൈസ് പക്കയായിട്ട് സഹദേവന് കൊടുക്കാൻ കഴിയും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, യുദ്ധത്തിൽ സഹദേവനൊരു ഗംഭീര പോരാളി വരുന്നു. ഇത് പറയണമെങ്കിൽ നമ്മൾ സഹദേവൻ്റെ ദിഗ്വിജയത്തെക്കുറിച്ച് പറയണം. ഒരുപക്ഷെ നകുലൻ്റെ ദിഗ്വിജയത്തെക്കാട്ടിയും സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിഗ്വിജയമായിരുന്നു സഹദേവൻ്റെ ദിഗ്വിജയം. സഹദേവൻ സൗത്തിലോട്ട് പോയപ്പോൾ എതിരെ നിന്ന് അത്ര രാജാക്കന്മാരെയും സഹദേവൻ കീഴ്പ്പെടുത്തിയാണ് പോയെ. ഈ ഒരു പഞ്ചപാണ്ഡവന്മാർക്ക് ഭയങ്കര ഒരു പിന്തുണ നൽകിയിരുന്നൊരു രാജ്യം ഉണ്ടായിരുന്നല്ലോ, മത്സ്യരാജ്യം, വിരാടദേശം. ഈ ഒരു വിരാടദേശത്തിലായിരുന്നല്ലോ ഇവർ അജ്ഞാതവാസത്തിൽ താമസിച്ചിരുന്നതും ഇവർക്ക് ആദ്യകാല പിൻബലം എല്ലാം കൊടുത്തിരുന്നത് ഈ ഒരു വിരാട രാജാവായിരുന്നല്ലോ. ഈ മത്സ്യദേശത്തിൽ വിരാട രാജാവിനെ ആരാ കീഴ്പ്പെടുത്തിയേ? സഹദേവനാ കീഴ്പ്പെടുത്തിയേ. യുദ്ധത്തിൽ സഹദേവൻ വിരാട രാജാവിനെ കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇത് മാത്രമല്ല കേട്ടോ, ദിഗ്വിജയത്തിൽ സഹദേവൻ കീഴ്പ്പെടുത്തി നേരെ കിഷ്കിന്ധ ഗുഹയിലോട്ടെത്തി. കിഷ്കിന്ധ ഗുഹയിൽ ആരൊക്കെയുള്ള വാനരന്മാർ, അതായത് ബാലി, സുഗ്രീവൻ, ഹനുമാൻ ഇവരുടെയൊക്കെ പിൻഗാമികളായിട്ടുള്ള വാനരന്മാരുള്ള കിഷ്കിന്ധ ഗുഹയിൽ ആ ദേശത്തിലെത്തി. അവിടെ വെച്ച് സഹദേവൻ ഒരു ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചേ. കാരണം ഈ വാനരന്മാരെല്ലാവരും ധനുർധാരികളാകണമെന്നില്ല. അവരൊക്കെ വാള്, ഗദ, കല്ല് ഇതൊക്കെ കൊണ്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടെ ഫൈറ്റ് ചെയ്തിരുന്ന സമയത്ത് സഹദേവൻ അവരുമായിട്ട് മല്ലയുദ്ധം വരെ നടത്തിയിട്ടുണ്ടാവും. അതായത് 7 ദിവസത്തോളം നിർത്താതെ സഹദേവൻ വാനരന്മാരുമായിട്ട് പോരടിച്ചു എന്നാണ് പറഞ്ഞത്. ഈ പോരാട്ടത്തിൽ ഒട്ടും സഹദേവൻ പിറക്കോട്ട് പോയില്ല. പിറക്കോട്ട് പോവാതെ ഇത്രയും നിന്നൊരു മനുഷ്യൻ വാനരന്മാരുമായിട്ട് പോരാടുന്നത് കണ്ടപ്പോഴത്തേക്കും അവൻ്റെ ധീരതയിൽ വാനരന്മാർക്ക് ബഹുമാനം തോന്നിയിട്ട് യുദ്ധം നിർത്തിയിട്ട് ചെന്ന് അപ്രീഷിയേറ്റ് ചെയ്തു സഹദേവനെ. ഗംഭീര പോരാളിയാണ് നീ, നിൻ്റെ ചേട്ടന് വേണ്ടി നമ്മൾ കപ്പം തരാം, രത്നങ്ങളും സ്വർണ്ണങ്ങളും എല്ലാം കപ്പമായി തരുന്നുവെന്നും പറഞ്ഞ് ഭയങ്കര ബഹുമാനമാണ് അവിടെ സഹദേവന് വാനരന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, വാനരന്മാരുമായിട്ട് 7 ദിവസം നിർത്താതെ പോരടിച്ചു. അവിടെയും തൻ്റെ ധീരത സഹദേവൻ നല്ലതുപോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സഹദേവൻ നീലൻ എന്നും പറഞ്ഞൊരു രാജാവുമായി പോരടിച്ചു. ഈ നീലൻ എന്ന് പറഞ്ഞ രാജാവുമായി പോരടിച്ചപ്പോഴത്തേക്കുമാണ് സഹദേവനൊന്ന് പതറിപ്പോയത്. കാരണം നീലൻ്റെ പക്ഷത്തിൽ അഗ്നിദേവൻ നിന്ന് ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ സഹദേവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹദേവൻ നോക്കി നിൽക്കവേ സഹദേവൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഭാഗം നിന്ന് കത്തുക, അവരുടെ പടച്ചട്ടയൊക്കെ ഉരുവി പോകുന്നു. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അഗ്നിദേവനുണ്ട്. ഇപ്പോൾ സഹദേവൻ്റെ സ്ഥാനത്ത് വേറെ വല്ല യോദ്ധാവും ആയിരുന്നെങ്കിൽ ഒന്നില്ലേ പേടിച്ചോടിയേനെ, റിട്രീറ്റ് ചെയ്തേനെ, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി പോരടിച്ചേനെ, എന്തെന്നറിഞ്ഞുകൂടെ അതൊരു കാര്യമില്ലാതെ പോരടിച്ചേനെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സഹദേവൻ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളാണ്. കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. ഈ യാഗ ഹോമാദികളൊക്കെ ചെയ്യാൻ നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ സഹദേവൻ അങ്ങനെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അവിടെ അഗ്നിദേവനാണുള്ളത്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. സഹദേവൻ എന്ത് ചെയ്തു? അവിടെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആചമിച്ച് ശുദ്ധനായിട്ട് അവിടെ ദർഭ വിരിച്ച് അവിടെ ഇരുന്നങ്ങാട്ട് ആഗ്നേയമന്ത്രം ജപിച്ച് പൂജ തുടങ്ങി. ഒരു ചെറിയ ഹോമം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പൂജ നടത്തി ആഗ്നേയമന്ത്രം ജപിക്കുമ്പോഴത്തേക്കും അഗ്നിദേവൻ അവിടെ വന്നേ പറ്റുള്ളൂ.
അങ്ങനെ അഗ്നിദേവൻ അവിടെ വന്നു. സഹദേവൻ ഈ പൂജ ചെയ്യുകയും മന്ത്രം ജപിക്കുന്നതൊക്കെ അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ഇമ്പ്രസ്ഡായി. അങ്ങനെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ അഗ്നിദേവൻ്റെ കൂടെ സംസാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ പൂജയിൽ നല്ലതുപോലെ ഇമ്പ്രസ്ഡും കൂടെ ആയതുകൊണ്ട് അഗ്നിദേവൻ നീലൻ എന്ന് പറഞ്ഞ രാജാവുമായിട്ട് സംസാരിച്ച് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ച് നകുലൻ്റെ പക്ഷത്ത്, പാണ്ഡവരുടെ പക്ഷത്തിൽ ആ രാജാവിനെയും ചേർത്തു. അപ്പോൾ കണ്ടില്ലേ, തനിക്കറിയാവുന്ന കഴിവ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിക്കാൻ സഹദേവന് നല്ലതുപോലെ അറിയായിരുന്നു. ഇനി സഹദേവൻ്റെ ആയുധത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു പ്രത്യേക വില്ലുണ്ടായിരുന്നു. ആ വില്ലിൻ്റെ പേര് അശ്വിന എന്ന് പറയുന്നൊരു വില്ലായിരുന്നു. ആ വില്ലും പ്രത്യേകതയുള്ള ഒരു വില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ കയ്യിൽ പ്രത്യേകതയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നത് പോലെ നകുല സഹദേവന്മാരുടെ കയ്യിലും പ്രത്യേകതയുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം സഞ്ജയനുണ്ടല്ലോ, സഞ്ജയൻ ഏതോ ഒരു സിറ്റുവേഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് 4 മഹാരഥന്മാരുടെ പേര് പറയുന്നുണ്ട്, രുക്മി, അങ്ങനെ 4 പേരുടെ പേര്, കർണനൊന്നുമല്ല, അല്ലാതെ 4 മഹാരഥന്മാരുടെ പേര് പറഞ്ഞിട്ട് യുദ്ധസമയത്ത് സഹദേവൻ അവർക്ക് സമനാവാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരാളായിരുന്നു. സംഭവം സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു ചോദ്യം അശ്വത്ഥാമാവ് കർണനോട് ചോദിക്കുന്നുണ്ട്. അംഗരാജൻ കർണനോട് ചോദിക്കുന്നുണ്ട്, മഹാരഥൻ കർണനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ്, ഇതിനു മുമ്പ് പല മഹായുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, എപ്പോഴാണ് നീ മാദ്രയന്മാരെ പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നകുല സഹദേവന്മാരെ എപ്പോഴാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കർണൻ ഇവരെ പരാജയപ്പെടുത്തിട്ടില്ലേ? ആ സമയത്ത് കർണനൊന്നും മിണ്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അശ്വത്ഥാമാവ് ഇത് ചോദിച്ചപ്പോൾ, ഇത് വ്യാസമഹാഭാരതത്തിലുള്ളതാണ്, നമുക്ക് പക്ഷെ അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇതേ കർണൻ നകുലനെ സഹദേവനെ യുദ്ധഭൂമിയിൽ പരാജയപ്പെടുത്തുന്നുണ്ട് കേട്ടോ, അതും പറയണമല്ലോ. നിരായുധനാക്കിയിട്ട് കർണൻ തൻ്റെ വില്ലിൽ നകുലനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കൊല്ലാതെ വിടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു, ദിഗ്വിജയത്തിൽ ഇവർ പോയ റൂട്ടുകളിൽ ഈ 4 പേരും ജയിച്ചിട്ടുണ്ട്. രാജപദവിയിലിരുന്ന സമയത്ത് നല്ല റോയൽ ഫുഡും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ എടുത്തിരുന്നപ്പോഴത്തേക്കും ഇവരൊക്കെ എന്തോരം ധീരന്മാരായിരുന്നു, എത്രത്തോളം ശക്തന്മാരായിരുന്നു എന്നുള്ളത് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം നകുലനും സഹദേവനും അജയന്മാരായിരുന്നു, മറ്റ് 3 പാണ്ഡവന്മാരെ പോലെ. അങ്ങനെ ഒരുപാട് ധീരതകൾ നകുലനും സഹദേവനും മഹാഭാരതത്തിൽ ഉടനീളം പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വ്യാസമഹാഭാരതത്തിലെ ധീരന്മാരായിട്ടുള്ള നകുലനും സഹദേവനും. പിന്നെ മഹാഭാരതത്തിലെ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ച് വേണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പാണ്ഡവന്മാരുടെ എല്ലാവരുടെയും ആയുധങ്ങളും അതുപോലെ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മഹാഭാരത കുരുക്ഷേത്ര യുദ്ധഭൂമിയിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ആളുകളുടെ തേരുകളും ഇവരുടെ കൊടിയടയാളങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ ചെയ്യാം. താല്പര്യമുണ്ടാക്കി കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ അടുത്ത്. മഹാരഥൻ കർണൻ്റെ തേരിൻ്റെ കൊടിയടയാളം എന്തായിരുന്നു? വളരെ കോൺഫിഡൻസിൽ ഇപ്പോൾ ഒരു കൊടിയടയാളം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതല്ല, കാരണം മോഡേൺ മീഡിയയിലും ചിത്രങ്ങളിലും ഒക്കെ നമ്മൾ കർണൻ്റെ കൊടിയടയാളമായി കാണുന്നൊരു സംഭവമുണ്ട്, അതല്ല. അപ്പോൾ കർണൻ്റെ കൊടിയടയാളം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഇവരുടെ വിശ്വാസയോഗ്യത കാണിക്കുന്നത് 31 മാർച്ച് വരെയുള്ള ഇവരുടെ AUM-ആണ്. അത് ഏകദേശം 2.92 ലക്ഷം കോടി രൂപയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ സോൾവൻസി റേഷ്യോ ആകട്ടെ 187%. ഇതിനു പുറമെ 10D പ്രകാരവും 8EC പ്രകാരവുമുള്ള ടാക്സ് ബെനിഫിറ്റുകളും അവൈലബിൾ ആണ്. ഈ മാസം 31 വരെ മാത്രമേ അവസരമുള്ളൂ. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ